സുഹൃത്തുക്കളെ, എൻ്റെ നേരുകളിലേക്ക് മധു നായർ എല്ലാവരെയും വീണ്ടും ക്ഷണിക്കുകയാണ്. എന്നപ്പോൾ തിരഞ്ഞെടുപ്പെല്ലാം കഴിഞ്ഞ് പുതിയ മന്ത്രിസഭ കേന്ദ്രത്തിൽ അധികാരത്തിൽ ഏറ്റെടുത്തിരിക്കുകയാണ്. അതിനെക്കുറിച്ച് ചില കാര്യങ്ങൾ എൻ്റെ മനസ്സിലുള്ളത് നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവയ്ക്കുക. ഒറ്റ നോട്ടത്തിൽ ഇതൊരു പുതിയ കുപ്പിയിലെ പഴയ വീഞ്ഞ് പോലെയുള്ള ഒരു പ്രതീതിയാണ് ഉണ്ടാക്കുന്നത്. കാരണം പ്രധാനപ്പെട്ട വകുപ്പുകൾ ഒന്നും തന്നെ ആർക്കും മാറ്റി കൊടുത്തിട്ടില്ല. അത് അത്ര ആശ്വാസകരമായ ഒരു കാര്യമാണെന്ന് വ്യക്തിപരമായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം ചില വകുപ്പുകൾ ഇപ്പം ഡിഫൻസിൻ്റെ കാര്യത്തിൽ ഡിഫൻസ് മന്ത്രി വളരെ ഏബിളൊക്കെ തന്നെയാണ്. പക്ഷേ ഒരു ഇന്നൊവേഷൻ എൻ്റെ മനസ്സിലുള്ളത്, ഇന്ന് ലോകത്തെ പല വലിയ എക്കണോമി ഇൻക്ലൂഡിങ് ഓഫ് കോഴ്സ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഈ ആംസ് മാനുഫാക്ചറിങ്ങും അതിൻ്റെ കച്ചവടവും അതുമായിട്ട് ബന്ധപ്പെട്ട വലിയ പോസിബിലിറ്റി ഉള്ള ഒരു കയറ്റുമതി പരിപാടിയാണ്. നമ്മൾ ആ തുറയിലേക്ക് വളരെ തുച്ഛമായ തോതിലേ ഇറങ്ങിയിട്ടുള്ളൂ. ആ തരത്തിൽ അല്ലാതെ ഇപ്പോൾ ഒരു വലിയൊരു കോൺഫ്ലിക്റ്റ് ബിറ്റ്വീൻ പാകിസ്ഥാനോ ചൈനയോ ആയിട്ട് അടുത്ത കാലത്തൊന്നും ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ ആം ഫോഴ്സസിൻ്റെ മാനവിക ശക്തി ഇത്തരത്തിൽ ഒരു ഡിഫൻസ് പ്രൊഡക്ഷൻ ആ ലെവലിലേക്ക് കാര്യമായിട്ട് നീങ്ങത്തക്ക വിധത്തിലുള്ള ഇനിഷ്യേറ്റീവ് പുതിയ മന്ത്രിയല്ല, അതാണ് പഴയ മന്ത്രിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ശീലങ്ങൾ മാറുമെന്ന് സംശയമുണ്ട്. അതുപോലെ തന്നെ ഫൈനാൻസിൻ്റെ കാര്യത്തിൽ ശരിക്കൊരു ഇന്നോവേറ്റീവ് പരിപാടി. നമ്മുടെ ഈ രൂപ ഇങ്ങനെ താഴ്ന്നു കിടക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. നമ്മുടെ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്സ് ആക്കുകയാണെങ്കിൽ വളരെയധികം സമ്പന്നമാണ്. ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിലൊക്കെ തന്നെ അതുപോലെ തന്നെ ഈ ടോട്ടൽ നാഷണൽ ലെവലിലുള്ള നികുതി പിരിവ്, അനാവശ്യമായിട്ടുള്ള എന്താ പറയുക ആനുകൂല്യങ്ങൾ പല സെക്ടറിനും, വിശേഷിച്ച് സ്ഥിരം വഴി കേൾക്കുന്നതുണ്ടല്ലോ വലിയ ധനിക വർഗത്തിന് പ്രത്യേക ശ്രദ്ധ കൊടുക്കുന്നു. അതിലൊക്കെ എത്രത്തോളം കഴമ്പണമെന്ന് എനിക്കറിയില്ല. പക്ഷേ ഒരു കാര്യം തീർച്ചയായിട്ടും പറയാം, ഈ നികുതി ഒഴിവായിട്ട് പ്രധാനമായിട്ട് അതാണ് എനിക്ക് എൻ്റെ മനസ്സിലെപ്പോഴും ഈ സ്പോർട്സ് സംബന്ധിച്ച് ക്രിക്കറ്റ് ക്ലബ്ബുകൾ നാഷണൽ ലെവലിൽ എത്ര കോടികളെന്നറിയാം അവർക്ക് ആനുകൂല്യമായിട്ട് വെറുതെ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ മതസ്ഥാപനങ്ങൾക്ക് എന്താണ് നികുതി കൊടുത്തു കഴിഞ്ഞാൽ എന്താ വലിയ ധാർമ്മികമായിട്ട് മോശമാണ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതിൽ ഉണ്ടാകേണ്ടതുണ്ട്. പിന്നെ ഇതിൽ രചിതരേഖ എന്ന് പറയുന്നത് അഫ്കോഴ്സ് പൊതുമരാമത്ത് ഗതാഗത ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിനുള്ള മന്ത്രി, പേരെടുത്ത് തന്നെ പറയാം, ഗഡ്കരി, അദ്ദേഹം വീണ്ടും ഇവിടെ എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ റെയിൽവേയിൽ വന്ദേ ഭാരത് ഒരു റെവല്യൂഷൻ തന്നെ ഉണ്ടാക്കിയില്ലേ, അതൊക്കെ എത്തിയിട്ടുണ്ട്. പക്ഷേ പ്രധാനപ്പെട്ട രണ്ട് മൂന്ന് പോർട്ട്ഫോളിയോ ഇപ്പോൾ ആരോഗ്യം, ഒരു നേഷൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പുകൾ ആരോഗ്യം, വിദ്യാഭ്യാസം. ഇതിൽ രണ്ടിലും വലിയ എന്താ പറയണ അത്രയധികം കഴിവും പ്രാവീണ്യവും ദീർഘദർശനവുമുള്ള മന്ത്രിമാരാണോ എത്തിയിരിക്കുന്നത് എന്നുള്ളത് സംശയമുള്ള കാര്യമാണ്. കേരളത്തിൻ്റെ പ്രായത്തെക്കുറിച്ച് ഞാൻ പ്രത്യേകമായിട്ട് ഒന്നും പരാമർശിക്കുന്നില്ല. അത് ഒരു കാര്യം, ഇപ്പം ഒരു മന്ത്രിക്ക് ടൂറിസം കിട്ടി. ടൂറിസം സംസ്ഥാനത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട വരുമാന മാർഗമാണ്. അത്തരത്തിൽ കാര്യമായിട്ട് എന്തെങ്കിലും ചെയ്യുവാൻ വകുപ്പ് മന്ത്രിക്ക് തന്നെ സാധിക്കും. പിന്നെ വേറൊരു വലിയ ദോഷമായിട്ടല്ല, ഒരു മോഹഭംഗമായിട്ട് കാണുന്നത് ഏവിയേഷൻ ഇൻഡസ്ട്രിയാണ്. ഏവിയേഷൻ ഇൻഡസ്ട്രി കൊടുത്തിരിക്കുന്നത് ഒരു ഘടകകക്ഷിക്കാണ്. അതിൻ്റെ മന്ത്രി വളരെ ചെറുപ്പമാണെങ്കിലും ക്യാബിനറ്റ് റാങ്ക് കൊടുത്ത് അമേരിക്കയിൽ ഒരു MBA ഒക്കെ ഉണ്ടെന്നുള്ളതാണെന്ന് തോന്നുന്നു. ആ മന്ത്രിസഭയാണ് സത്യത്തിൽ ഏറ്റവും കൂടുതൽ അഴിച്ചുപണി വേണ്ടി വരുന്നത്. ഈ ഇത്തരത്തോളം എന്താ പറയുക, ഒരു മേജർ എയർലൈൻസ് കമ്പനികൾ ഈ ഒരു യുക്തിയുമില്ലാതെയുള്ള റേറ്റ്, എസ്പെഷ്യലി കേരളത്തിൽ നിന്നുള്ള ഗൾഫ് യാത്രക്കാരുടെ കാര്യം, എത്രയോ കാലമായിട്ട് ടെലിഫോണിൽ റെഗുലേറ്ററി ഏജൻസി കാര്യമായിട്ട് എന്തെല്ലാം ചെയ്തു. അതുപോലെ ഒരു വ്യോമയാന റെഗുലേറ്ററി ഏജൻസി കാര്യമായിട്ട് പ്രവർത്തിക്കാൻ കഴിഞ്ഞ കാല മന്ത്രികൾക്കൊന്നും വലിയ ആവേശം ഉണ്ടായില്ല. അതിൻ്റെ കാരണം ഈ പ്രഷർ ഫ്രം ദി എയർ കമ്പനീസ് തന്നെയാണ്. ഇപ്പോൾ ആലോചിച്ച് നോക്ക്, ഇപ്പോൾ സർക്കാർ ഓൺ ചെയ്തുകൊണ്ടിരുന്ന ഈ എയർ ഇന്ത്യ അതിപ്പോൾ പ്രൈവറ്റ് മേഖലയിലാണ്. പക്ഷേ വരുന്നത് ബാക്കി കമ്പനികൾക്ക് ഒരു ഫ്ലാഗ്ഷിപ്പായിട്ട് പോകേണ്ട, അവരാണ് ആദ്യം റേറ്റുകൾ കുറയ്ക്കേണ്ടത്. അത് നേരെ തിരിച്ചാണുള്ളത്. ഇന്ത്യയുടെ റേറ്റിനേക്കാളും എപ്പോഴും കുറച്ച് കൂടുതലായിരിക്കും എയർ ഇന്ത്യ റേറ്റ്. അപ്പോൾ ആ തരത്തിൽ ഉള്ള ഒരു മാറ്റം ഉണ്ടാകട്ടെ പുതിയ മന്ത്രിയെക്കുറിച്ച്. അങ്ങനെ പക്ഷേ അദ്ദേഹം ഫേസ് ചെയ്യാൻ പോകുന്ന പ്രശ്നങ്ങൾ അത്ര ചെറുതൊന്നും ആയിരിക്കില്ല.
അപ്പോൾ എല്ലാം കൂടി പൊതുവെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ശുഭകരമായ കാര്യം തന്നെയാണ്. പക്ഷേ അതിൽ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും നല്ലൊരു കാര്യം നടന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന കുറേ നേതാക്കളുടെ അപ്രമാദിത്വം അത് കുറേയൊക്കെ അവസാനിച്ചു എന്ന് കാണുന്നത് സന്തോഷമായ കാര്യമാണ്. അപ്പോൾ നമ്മുടെ പാർലമെൻ്ററി ഡെമോക്രസി ഭാവിയിലും ഈ തരത്തിൽ പോവുകയാണെങ്കിൽ ഭദ്രമായിരിക്കും എന്ന് ആശിച്ചുകൊണ്ട് ഈ ആഴ്ചത്തെ എൻ്റെ ജൽപ്പനങ്ങൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.